കൊച്ചിയിലെ വൈറ്റ് ലൈൻ സ്റ്റാർ ഹോട്ടൽ കേന്ദ്രീകരിച്ച് അനാശാസ്യം നടത്തിയ 11 യുവതികൾ കസ്റ്റഡിയിലായി. സ്പായുടെ മറവിലാണ് അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി റിയ ബേബി ചേരുന്നുണ്ട്. റിയ, എപ്പോഴാണ് ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച് പരിശോധന നടന്നത്? ഇപ്പോൾ 11 യുവതികൾ കസ്റ്റഡിയിലായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജയലക്ഷ്മി, ഇവിടെ പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘമാണ് ആദ്യം എത്തിയത്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ തന്നെ പല ഹോട്ടലുകളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അങ്ങനൊരു സംശയം തോന്നിയാണ് പോലീസ് സംഘം ഈ വൈറ്റ് ലൈനിൽ പ്രവർത്തിക്കുന്ന 4 സ്റ്റാർ ഹോട്ടലിലേക്ക് എത്തിയത്. ആർട്ടിക് എന്നാണ് ഹോട്ടലിന്റെ പേര്. ഇവിടെ എത്തി പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് സ്പാ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് കണ്ടെത്തിയത്. മരട് പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 11ഓളം യുവതികളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. പ്രായപൂർത്തിയാകാത്ത ആളുകളുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തുകയും ഈ യുവതികളെ ചോദ്യം ചെയ്ത് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് 1 മണിക്കൂർ സമയമായി പോലീസിന്റെ സംഘം ഇവിടെ എത്തി പരിശോധന ആരംഭിച്ച് ഇപ്പോൾ ഈ യുവതികളെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ യുവതികളെ ചോദ്യം ചെയ്ത് വരികയാണ്. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഒരു വ്യക്തത തേടി വരുന്നു. എന്തായാലും ലഹരിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടന്നിട്ടില്ല എന്നതാണ് പ്രാഥമികമായി പോലീസിന്റെ വിലയിരുത്തൽ. അത്തരമൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് വൈറ്റയിലുള്ള ആർട്ടിക് എന്ന് പറയുന്ന 4 സ്റ്റാർ ഹോട്ടലിലേക്ക് എത്തിയത്. നടത്തിയ പരിശോധനയിലാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന സ്പാ കേന്ദ്രത്തിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളാണ് നടന്നതെന്ന് കണ്ടെത്തുകയും 11 യുവതികളെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.